പത്തനംതിട്ട കോന്നി ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് യുഡിഎഫ് ഭരണസമിതി തടയിട്ടതായി പരാതി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോന്നി പഞ്ചായത്തിൽ അഴിമതി നടത്താനായി കുടിവെള്ള വിതരണത്തിനുള്ള ടെൻഡർ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിച്ചു എന്നാണ് എൽഡിഎഫിന്റെ ആരോപണം. കോന്നി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇവിടങ്ങളിലേക്ക് കുടിവെള്ള വിതരണം നടത്താനുള്ള ടെൻഡർ നടപടികളാണ് റദ്ദാക്കിയിരിക്കുന്നത്. തുക കുറച്ചു കോട്ട് ചെയ്ത കരാറുകാരന് ടെൻഡർ ലഭിക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് താൽപര്യപ്രകാരം സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടി അട്ടിമറിച്ചുവെന്നാണ് എൽഡിഎഫിന്റെ ആരോപണം. അപ്പോൾ ടാങ്കറിൽ വെള്ളം അടിക്കുന്നതിന് വേണ്ടിയാണ് കോന്നി ഗ്രാമപഞ്ചായത്ത് ടെൻഡർ ക്ഷണിച്ചിരുന്നു. പങ്കെടുത്തതിൽ ഒരാൾ നിലവിലുള്ള റേറ്റ് കുറച്ച് പറഞ്ഞ ആളിന് കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തത്. പക്ഷേ തീരുമാനം എടുക്കാതെ കൊണ്ട് ഭരണസമിതി അംഗീകരിക്കത്തില്ല. കാരണം ഈ രണ്ട് കൂട്ടരും ഈ ടെൻഡർ പങ്കെടുക്കുമ്പം ആവശ്യമായ എല്ലാ രേഖകളും ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറ്റാൻ തീരുമാനിച്ചത്. പക്ഷേ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അത് എഗ്രിമെന്റ് മുമ്പായിട്ട് രേഖകൾ ഹാജരാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കൂട്ടാക്കൊണ്ട് തന്നെ ഇത് വ്യക്തമായ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് കോന്നിയിലെ ജനങ്ങളെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടി ഈ ഭരണസമിതി തീരുമാനത്തുള്ളത്. കാരണം ടെൻഡർ നടപടികൾ അട്ടിമറിച്ചതോടെ കുടിവെള്ള വിതരണത്തിന് കാലതാമസമുണ്ടാകുമെന്നും എൽഡിഎഫ് ആരോപിക്കുന്നു. ഇനി ഇതൊരു ടെൻഡർ നടക്കണമെങ്കിൽ 10-15 ദിവസം കാലം കാത്തിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ ടെൻഡറായി നടക്കുന്ന വരുമ്പോഴത്തേക്ക് കോന്നി മഴക്കാലമാവും. ഇപ്പം ഈ കുടിവെള്ളത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് കോന്നി പല ഭാഗങ്ങളിലും. കുടിവെള്ള വിതരണത്തിന് ടെൻഡർ നൽകിയ കരാറുകാർ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷകൾ പഞ്ചായത്ത് നിരസിച്ചത്. എന്നാൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ജലം ശേഖരിക്കുന്നതിനാൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നാണ് കരാറുകാരുടെ നിലപാട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.